കുട്ടികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് വിശേഷ ദിവസമാണല്ലേ, ഈ വർഷവും അങ്ങ് ഓണം വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ പുറത്തൊന്നും പോയി ആഘോഷിക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് വീട്ടിൽ ആവുന്ന വിധത്തിലൊക്കെ ആഘോഷിച്ചൂടെ. അപ്പോൾ അതിനുള്ള റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നാളെ തിരുവോണത്തിന് സദ്യ ഒരുക്കുമ്പോൾ നമ്മുടെ റെസിപ്പീസും കൂടി ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മധുരമായിട്ടാണ്, വേറെ ഒന്നുമില്ല, പായസമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പായസങ്ങൾ ചെയ്തു. ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസമാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഒന്നുമല്ല വെറൈറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചെയ്ത രീതിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളടുത്തുള്ള സംഭവങ്ങൾ തന്നെയാണുള്ളത്, പക്ഷെ നമ്മളൊന്നിങ്ങനെ മാറ്റം വരുത്തി ഉണ്ടാക്കുന്നതെന്നുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഇങ്ങനെയുള്ള വിശേഷ ദിനങ്ങളിൽ എന്ന് മാത്രമല്ല, ഇടയ്ക്കൊരു പായസമൊക്കെ കുടിക്കാൻ വേണ്ടി തോന്നൂലേ, അപ്പോൾ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോയിട്ട് ഒരു കിട്ടിലും പായസം ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 100 ഗ്രാം അരിയാണ്. നുറുക്കരി എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച അരി തന്നെയാണ് കേട്ടോ. നമുക്ക് നെല്ല് കുത്തരിയില്ല, അത് വേണമെങ്കിൽ അത് എടുക്കാം. അപ്പോൾ അത് 100 ഗ്രാം ഞാൻ എന്ത് ചെയ്തു, ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, അതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യലായിട്ട് നമ്മൾ ഇതിലെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ നമ്മൾ ചേർക്കുന്നത് പശുവിൻ പാലാണ്. പശുവിൻ പാല് ഞാൻ 1 ലിറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ്. ശർക്കര നമ്മൾ എടുത്തിരിക്കുന്നത് 250 ഗ്രാമാണ്. ഇതിപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു അളവ് പറയുന്നില്ല, കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് പറയുന്നില്ല, നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അറിയാലോ, ഇവിടെ അങ്ങ് കൂട്ടണം, ശർക്കര കൂട്ടണം എന്നതാണ്. അതൊക്കെ മധുരം നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഏലക്ക പൊടി, ചുക്കാണ്. ചുക്ക് ഞാൻ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വറുത്തിടാൻ വേണ്ടി മുന്തിരിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യും വേണം നമുക്ക്. നെയ്യും അങ്ങനെ അളവൊന്നും പറയുന്നില്ല, നമ്മൾ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് അരി വേവിച്ചെടുക്കാം. കഴുകി കുതിർത്ത് വെച്ചാട്ടോ, അതുകൊണ്ട് ഈ വെള്ളം തന്നെയാണ് എടുക്കുന്നത്. നമുക്കിത് വേവിച്ചെടുക്കാം. ആദ്യം നന്നായിട്ട് വെന്ത് വന്നോട്ടെ കേട്ടോ. ഇപ്പോൾ ഈ അരി വേഗം കുറച്ച് സമയം എടുക്കുന്നതാണ്, അതുകൊണ്ട് നല്ലപോലെ തന്നെ വെന്ത് വന്നോട്ടെ. ഈ സമയം തന്നെ നമുക്ക് പാലും കൂടെ തിളപ്പിച്ച് വെക്കാം. അപ്പം നമ്മൾ ആ 1 ലിറ്റർ പാലിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ചേർത്താണ് നമ്മൾ തിളപ്പിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതും കൂടി തിളച്ച് വരട്ടെ. അതിൻ്റെ ഇടയിൽ പാല് തിളച്ച് വരുന്നുണ്ട്, നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ശർക്കര ഉരുക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അതിലേക്ക് ശർക്കര ഇട്ടിട്ട് നമുക്ക് അലിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഉരുകിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് മണ്ണൊക്കെ ഉള്ളതാണ്, അപ്പോൾ നമുക്ക് അരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഈ അരിയിലേക്ക്, വെന്ത അരിയിലേക്ക് നമ്മൾ ശർക്കര അരിച്ചിട്ട് ഒഴിക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നമ്മൾ വിളയിച്ചെടുക്കുന്ന പോലെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ ഒരു അരിയുടെ കൂടെ മിക്സായിട്ട് വരണം. അതുവരെ ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഇത് കുറച്ച് നേരം ഇളക്കി കൊടുത്ത് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ നമുക്ക് വരട്ടിയെടുക്കാം കേട്ടോ. ഈ വെള്ളമൊക്കെ നന്നായി വരട്ടി ശർക്കരയും അതുപോലെ തന്നെ അരിയും എല്ലാം നന്നായിട്ട് മിക്സായിട്ട് വരണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കാം. ഇപ്പം ഇതാ പാകത്തിന് പരുവായിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയുന്ന പോലെ ഇങ്ങനെ സ്പൂണിലാക്കിയിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പം ഇങ്ങനെ വിട്ട് വരുന്ന പരുവാണ്. അപ്പം ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇപ്പം പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മളൊരു പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ഇല്ലേ, അതാവണം. അപ്പോൾ പാലും ഇതും കൂടി ഒക്കെ ഒന്ന് ചേർന്ന് വരണം. അപ്പോൾ ഇതാ കണ്ട, ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്നുകൂടി ആവാനുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു കളർ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന ഒരു കളറല്ല, സാധാരണത്തെ ആ ഒരു കളറല്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചും കൂടെ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, കുഴപ്പമില്ല.
അപ്പോൾ ഇതൊന്ന് ചൂടായി ഇനിയും തിളയ്ക്കുമല്ലോ. ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അറിയാമല്ലോ പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി അധികം കട്ടിയാവണ്ട. കാരണം പിന്നെ നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ കട്ടിയാവും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അളവൊന്നുമില്ല, നമ്മുടെ മധുരം നോക്കി വേണ്ടത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏതാണ്ട് നമ്മളെ കൺസിസ്റ്റൻസി ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ടത് ഏലക്ക പൊടിച്ചതും അതുപോലെ ചുക്കും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, ഇളക്കി കൊടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാം. അപ്പോൾ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇടാം. ചോന്ന് തുടങ്ങുമ്പോൾ മുന്തിരി ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ അരി വെച്ച് നുറുക്കരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ശർക്കരയും അതുപോലെ തന്നെ പശുവിൻ പാലും ചേർത്തിട്ടാണ് ഉണ്ടാക്കി. ഇതുപോലെ നമ്മൾ നുറുക്ക് ഗോതമ്പിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ശർക്കരയും തേങ്ങാപ്പാലും ചേർത്ത് ഉണ്ടാക്കുന്ന പായസത്തിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മിൽക്ക് മെയ്ഡും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ നുറുക്കരിയൊക്കെ എപ്പോഴും നമ്മളൊക്കെ വീടുകളിൽ ഉണ്ടാവും. അപ്പോൾ ഒരു പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തോന്നുമ്പോൾ വേഗം കുക്കറിലങ്ങ് അടിച്ച് ഉണ്ടാക്കാവുന്നുള്ളൂ. തേങ്ങ പിഴി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ നെയ്യൊന്നും ഒരുപാടൊന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ട്. ഇത് കണ്ട നല്ലൊരു കൺസിസ്റ്റൻസി. പിന്നെ ശരിക്കും പായസം തണുത്തിട്ട് കുടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് പിന്നെ കുടിക്കാം. ഇപ്പം എന്തായാലും ടേസ്റ്റ് നോക്കാം. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. പിന്നെ പിന്നെയും കുടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി തോന്നും. ഈ മധുരം എന്ന് പറഞ്ഞാൽ എനിക്ക് പാകമാണ്. ഈ ചില ആൾക്കാർക്ക് പായസം എന്ന് പറയുമ്പോൾ കൂടുതൽ മധുരം ആവശ്യമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ മധുരം ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഇങ്ങനെ കുടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു തലയ്ക്ക് ഇങ്ങനെ മൊത്തം പിടിച്ചൊരു ഫീലായിരിക്കും. നിങ്ങൾക്കൊരു 250 മുതൽ 300 ഗ്രാം വരെ ശർക്കര ചേർക്കാം. അപ്പം ഞാൻ കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. അതിപ്പോൾ അതിനനുസരിച്ച് ചേർത്താൽ മതി. കുറച്ചെങ്കിലും കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നതാണ് നല്ലത് കേട്ടോ. കാരണം ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ബൈ. എല്ലാവർക്കും ഹാപ്പി ഓണം.